മയക്കുമരുന്ന് മുക്ത കേരളത്തിനായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ചിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിക്ക് കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും ഭീതിതമായ ഭീഷണിയാണ് മയക്കുമരുന്ന്. യുവതലമുറയെയും നാടിൻ്റെ സ്വപ്നങ്ങളെയും തകർക്കുന്ന ഈ മയക്കുമരുന്ന് നെറ്റ്വർക്കിനെ, അന്താരാഷ്ട്ര മാനങ്ങളുള്ള മയക്കുമരുന്ന് നെറ്റ്വർക്കിനെ തകർക്കേണ്ടത് കാലഘട്ടത്തിൻ്റെയും നാടിൻ്റെയും ആവശ്യമാണ്. മയക്കുമരുന്ന് വേട്ടയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്നെതിരെയുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ അതിൽ സുപ്രധാനമായ 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന് എൻഫോഴ്സ്മെൻറ്റാണ്. എൻഫോഴ്സ്മെൻറ്റും അവയർനെസ്സും റീഹാബിലിറ്റേഷനും. കേരളത്തിലെ പോലീസ്, എക്സൈസ് വകുപ്പുകൾ യഥാർത്ഥത്തിൽ ഈ 2 ഭാഗങ്ങളെ, എൻഫോഴ്സ്മെൻറ്റും അതേസമയം അവയർനെസ്സിനെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കേരള പോലീസും സംസ്ഥാന എക്സൈസും നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിരവധി മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് സൈഡ് ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അത് ആവശ്യമാകുന്നതിൻ്റെ 1% പോലും അല്ലെങ്കിൽ മതിയായ തലത്തിൽ എത്തുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ദ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. സമാന്തരമായി സംസ്ഥാന എക്സൈസ് വകുപ്പും മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് സൈഡിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള പോലീസിനെ അപേക്ഷിച്ച് എനിക്ക് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന തരത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അസസ് ചെയ്തതിൽ വളരെ പരിമിതികൾ അല്ലെങ്കിൽ നിരവധി ദൗർബല്യങ്ങളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് അവരുടെ ഫോഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് വാഹനങ്ങളുടെ കാര്യത്തിലും മറ്റുമൊക്കെ ദൗർബല്യങ്ങളുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ തന്നെ എക്സൈസിൻ്റെ നിലവിലുള്ള ദൗർബല്യത്തെ പരിഹരിച്ച് പോലീസിനൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് സൈഡിൽ അതിശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സംസ്ഥാന എക്സൈസ് വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം ഈ തൂഫാൻ ഉദ്ഘാടന ചടങ്ങിൽ അറിയിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അവയർനെസ് സൈഡിൽ സംസ്ഥാന എക്സൈസ് വകുപ്പിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അത് സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിരിക്കുന്ന വിമുക്തി മിഷനാണ്. വിമുക്തി മിഷനിൽ സംസ്ഥാനത്ത് എക്സൈസിലെ ഒരു എക്സൈസ് ജോയിൻറ്റ് കമ്മീഷണർ ചുമതലക്കാരനായിക്കൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലും എക്സൈസ് മാനേജർമാരും അതോടൊപ്പം തന്നെ 14 ജില്ലാ കോർഡിനേറ്റർമാരുമുണ്ട്. 14 ജില്ലയിലും ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. 30 കുറേ സംസ്ഥാന വ്യാപകമായി പരിശീലനം ലഭിച്ച ട്രെയിനേഴ്സുണ്ട്. പക്ഷേ ഇത് അവയർനെസ് സൈഡിൽ മതിയായ ഒന്നല്ല.